hope you all are doing great. Welcome back to my YouTube channel. എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വർക്കിന് പോവാണ്. വർക്കിന് മാത്രമല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം കൂടിയാണ്. അപ്പം ആൾക്ക് മേക്കപ്പ് ചെയ്യാനുണ്ട്. ആളുടെ റിസപ്ഷൻ ഫംഗ്ഷനാണിന്ന്. അപ്പം ഇത് ഷഫീക്കയും രാശിയും കൂടെ ഉണ്ട്. ഇനി ഷഫീക്കയുടെ കുറച്ച് കത്തി കേൾക്കാട്ടോ. ഹായ് ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം. അപ്പൊ ഇന്ന് നമ്മള് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഐശ്വര്യ മർസൂദിന്റെ കല്യാണത്തിന് പോവാണ്. ഞങ്ങൾ രാവിലെ 10 മണിക്ക് എത്തിയിട്ട് 12 മണി വരെ ഇവര് ഞങ്ങളെ പോസ്റ്റാക്കി. ആര്? നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ 2 ആൾക്കാരില്ല, അവർ 2 പേര് പോസ്റ്റാക്കി. ഇതുവരെ ഞാൻ പുറത്തേക്ക് അധികം ഇറങ്ങാതെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഞാൻ ഹൈലൈറ്റ് മാളിൽ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ട് തേരാ പാരാ നടക്കുക. ഞാൻ മാത്രല്ല ഇവൻ. പിന്നെ നമ്മള് രാവിലെ ഒരു 8 മണിയാകുമ്പോ നമ്മള് ബസ് കയറിയിട്ട് നമ്മള് പറയുമ്പോ എല്ലാം പറഞ്ഞു. ബസ് കയറിയിട്ട് നമ്മള് ഒരു ചങ്കുവെട്ടില്ല, ഒരു കുറ്റിപ്പുറക്ക് എത്തിയപ്പോക്കും ഇവന് എനിക്ക് പ്രശ്നമുണ്ട്. ഒന്നും എടുത്തിട്ടില്ല. നമ്മള് പിള്ളേർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കൂലേ, അത് ഓൻ എടുത്തിട്ടുണ്ടായില്ല. അപ്പൊ ഭയങ്കര ഇടങ്ങേറി. ഇവ എന്നോട് പറഞ്ഞ് ഫോൺ വിളിച്ച്, ഞാൻ മൈൻഡ് പിന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് വേഗം ഇറങ്ങിക്കോ, നമുക്ക് ചെറിയൊരു അത്യാവശ്യം ഉണ്ട്. എന്താ അത്യാവശ്യം? അവിടെ ഇങ്ങനെ പോണം പറഞ്ഞു. ഞാൻ ബസ്സിലാ, എന്തത് അത് നടക്കൂല, അവിടെ പോയിട്ട് പോകാന്ന് പറഞ്ഞു. 1.5 മണിക്കൂറായി പിടിച്ചിരിക്കണെന്ന്. 1.5 മണിക്കൂറായിട്ടുള്ള കയറിയിട്ട്. എന്നാ പിന്നെ അത് കളഞ്ഞിട്ട് കയറി പോലെ. എന്നിട്ട് അതിൽ കയറി ഇരുന്നിട്ട് കണ്ടക്ടറോട് ചൂടാവേ. അയാള് പിന്നെ വെള്ളം കുടിപ്പിച്ച് ജയിച്ച പോലെ. അയാളോട് ചൂടായിട്ട് പറയണ്, എന്തായാലും പോണോ, നിങ്ങൾ ഇവിടെ വണ്ടി എടുത്ത് ഞാൻ പോയിട്ട് വരാം. അത്രയും ആൾക്കാർ ഇവന്റെ ഈ പരിപാടിക്ക് വേണ്ടിട്ട് വണ്ടിയിൽ ഇരിക്കല്ലേ. ഞാൻ പറഞ്ഞ ആർമില്ല, അവരൊക്കെ പൈസ കൊടുത്തിട്ടില്ലേ പോണേ. എന്റെ ഇത് നോക്കിയിരിക്കലല്ല, ബാക്കിയുള്ളവര് പൈസ കൊടുത്തിട്ട് വണ്ടിയിൽ കയറിക്കണേ. എന്നിട്ട് അതെ. എന്നിട്ട് എന്താന്ന് വെച്ചാല് വണ്ടി ഇരുത്തി എന്നോടും കൂടെ ഇറങ്ങാൻ പറഞ്ഞു. ഇവന് മൂത്രശങ്ക, എനിക്ക് ഇറങ്ങാനുള്ള ശങ്ക ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്നോട് പറഞ്ഞു കുഴപ്പമില്ല പോയിക്കോളാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞാൻ നിൽക്കുമ്പോ ആരാധകരുണ്ടല്ലോ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. തൊട്ടെ നമ്മൾ വിചാരിച്ചു പിള്ളേർ ആഗ്രഹമല്ലേ, അതിനതും ഒക്കെ സെറ്റ് ആയി കൊടുത്ത്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ കല്യാണം നോക്കിണ്ടെങ്കില് ഇത് താഴെ കമന്റ് ചെയ്തിട്ട് കുഴപ്പമില്ല. അയ്യോ സോറി, ബാറ്ററി മാറിപ്പോയി. അങ്ങനെ നമ്മള് ബസ് ഇറങ്ങിയിട്ട് ഇവൻ വേറെ ബസ്സിൽ കയറി. ഇതിന്റെ പിന്നാലെ ഇവന്റെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ എത്തി. ഇവൻ എത്തുമ്പോ ഞാൻ അവിടെ നിൽക്കുക. ഇക്ക് ശങ്ക വന്നിട്ട് ഞാൻ നിൽക്കുക. ഇന്ത്യയില് ചില്ലറില്ല കൊടുക്കാൻ. കാരണം എന്റെ പേഴ്സ് ഇവന്റെ കൊടുത്തിട്ടാണ് ഞാൻ. ഇവന്റെ ബസ്സിന് വരാൻ പൈസ ഇല്ല, പേഴ്സ് കൊടുത്ത്. ഇവന്റെ ഗൂഗിൾ പേ മാത്രമല്ലോ. ചെക്കൻ ഇച്ചിരി മോഡേണാണ്, റീബോക്കിലെ വർക്ക് ചെയ്യുന്ന ഫോർമാളില്. അപ്പൊ എന്റെ പേഴ്സ് കൊടുത്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക. ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആൾക്കാരുടെ 5 രൂപ ചോദിക്കാൻ പറ്റുമോ മൂത്തൊളിക്കാൻ വേണ്ടിട്ട്. അച്ഛനങ്ങനെ നിന്ന് അത്ര അറിയപ്പെടില്ല കേട്ടാ, നിങ്ങളെല്ലാരും കൂടി അറിയിക്കണേ. അങ്ങനെ അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹൈലൈറ്റ് മാള് വന്ന് അവിടെ കുറച്ച് നേരം കറങ്ങി. നമ്മൾ ഇറങ്ങാൻ നേരത്തെ നല്ല കുട്ടികളൊക്കെ വന്നേ. അതുവരെ ആരും ഇല്ലായിരുന്നു. കാണാൻ പ്രായകരല്ലേ, അതുകൊണ്ട് അതിന്റെ പ്രശ്നം ഇവിടെ ഉണ്ട്. അപ്പൊ പറഞ്ഞു വന്ന ഇതൊന്നല്ല, നമ്മള് പോണത് എങ്ങോട്ടാണ്? ഐശുവിന്റെ കല്യാണത്തിന്. ഐശുവിന്റെ കല്യാണത്തിന് ആരൊക്കെ പോണേ? 1 2 ഹായ് 3 4 4 കല്യാണത്തിന്. ബാക്കിയുള്ളവര് അതെ അടുത്ത സ്റ്റോപ്പ് നിർത്താൻ. ഞാൻ പറഞ്ഞത് നിർത്താൻ മനസ്സിലായില്ല. പമ്പിൽ നിർത്താൻ. എന്തിനാ ഞങ്ങള് വിചാരിക്കും പെട്രോൾ അടിക്കാണെന്ന്. അല്ല, എന്തിനാടാ? അതിന് വെള്ളം കുടിക്കണല്ലോ. ഗൈസ്, അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ സമ്മറാണ്, എപ്പോഴും നിങ്ങൾ വെള്ളം കുടിക്കുക. അത് മാത്രം നിങ്ങൾ എടുത്താൽ മതി. നല്ല കാര്യങ്ങൾ മാത്രം എടുത്താട്ടോ. ഓക്കെ, അത് പിൻ ചെയ്ത് വെച്ചോട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് ഐശ്വര്യ. ഐശ്വര്യ എൻ്റെ ഫ്രണ്ട് കൂടെയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഫ്രണ്ടാണ് ഐശ്വര്യ. നല്ല വെരി സ്വീറ്റ് പേഴ്സണാണ്. അപ്പോൾ ഐശ്വര്യ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെ വേണം ഹെയർ സ്റ്റൈൽ. അപ്പോൾ ആൾക്ക് വലിയ പ്രിഫറൻസോ കാര്യങ്ങളൊന്നുമില്ല. ആൾക്ക് ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീർന്നിട്ട് കിടന്നുറങ്ങിയാൽ മതി എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് ആളുള്ളത്. ബട്ട് വി ഡിസൈഡഡ് ടു ഹാവ് ലൈക്ക് ഒരു സൈഡ് പാർട്ടീഷൻ ഹെയർ സ്റ്റൈൽ. നെറ്റി ചുട്ടി വെക്കണ്ടെന്ന് തീരുമാനിച്ചു. സൈഡ് പാർട്ടീഷൻ ഹെയർ സ്റ്റൈൽ ചെയ്ത് ആൾക്ക് കുറച്ച് വിസിബിലിറ്റി ഒക്കെ, നെറ്റിയിൽ സ്കാൽപ്പ് കുറച്ച് വിസിബിലിറ്റി ഉണ്ട്, അതൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് ഒരു നല്ല രസമുള്ളൊരു സൈഡ് പാർട്ടീഷൻ ഹെയർ സ്റ്റൈലും
ഒരു ഡീസൻറ്റ് മേക്കപ്പ് HD മേക്കപ്പാണ് ആൾ ഓപ്റ്റ് ചെയ്തത്. അപ്പം അതും ചെയ്യാമെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്തു. ആൻഡ് ലെറ്റ് സീ നമുക്ക് എങ്ങനെയുണ്ട് ഐശ്വര്യയുടെ ലുക്ക് എന്ന് നോക്കാം. ഐശ്വര്യ വെരി സ്വീറ്റ് പേഴ്സൺ ആണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഐശ്വര്യ അടുത്ത് വർക്ക് ചെയ്യാൻ. കാരണം ഐശ്വര്യക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഐശ്വര്യയുടെ ആഫ്റ്റർ ലുക്ക്. വെരി ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു റാണി പിങ്ക് ലെഹങ്ക ലുക്ക്, അതിൻ്റെ കൂടെ നമ്മളൊരു സൈഡ് പാർട്ടീഷൻ ഹെയർ സ്റ്റൈൽ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇതാ പുറത്തോട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങിയപ്പം ഫുൾ ആൾക്കാരായിരുന്നു. ഞാൻ കയറി പോകുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു, ഫുൾ ആൾക്കാരാണ് ചുറ്റിലും. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കെട്ടിയവനും ഷഫീഖയും റാഷി എല്ലാവരും കൂടെ എവിടെയോ റൂമിൽ പോയി കിടന്നുറങ്ങി. ഇപ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ ഇടയിൽ അതേ അവരൊക്കെ വന്നു. ഞങ്ങളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കയറി. ഷഫീഖാൻ്റെ ഡാൻസ് ഉണ്ട്, അപ്പോൾ ഷഫീഖാൻ്റെ ഡാൻസിന് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനും കൂടെ നമ്മൾ കയറിയതാണ് മുകളിലോട്ട്. ആൻഡ് താഴോട്ട് ഇറങ്ങിയപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട് കേട്ടോ ചുറ്റിലും. ഫുൾ എന്താ പറയുക, ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഇത് ഷഫീഖ കുറേ കോപ്രായം കാട്ടും കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം കോപ്പിറൈറ്റ് വരും. അപ്പോൾ അത് കാരണം അത് കൊടുക്കാത്തത്. അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനാണ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടെ മുകളിലോട്ട് കയറി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഇതേ പുഷ്പ 144p എൻ്റെ ഹസ്ബൻഡാണ് അവിടെ പുഷ്പയുടെ സോങ്ങിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കോപ്രായാണ്. കുറേ നേരമായി ഉണ്ടായിരുന്നു കളിക്കുന്നത്. അപ്പം ഞാനിത് കുറേ കഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരു ക്ലിപ്പിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതേ ഇപ്പോൾ വീണ്ടും പോകട്ടോ. അതുപോലെ 144p പുഷ്പ 144p അതങ്ങനെ ഒരു ഭ്രാന്തൻ. പിന്നെ ഇതേ പിള്ളേരുടെ എല്ലാവരുടെയും ഡാൻസ്. ഷഫീഖാൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. ഷഫീഖാൻ്റെ ഡാൻസിൻ്റെ ക്ലിപ്പിംഗ് ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കണം കേട്ടോ. ഷഫീഖ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കാണാം. ഡാൻസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ യാത്രയായി. ഞങ്ങൾ ആ ഒരു റാഷിനെ ട്രെയിൻ കയറ്റി വിട്ടു. ഞങ്ങൾ കോഴിക്കോടേക്ക് പോയി ജസ്റ്റ് ലോഫിലെത്തി ഇതേ കോഫിയൊക്കെ കുടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ ബൈ.